സ്തുതിക്കാതിരുന്നാൽ ഞാൻ മരിക്കും പോലെ ഒരു വേദനയാണേ. അങ്ങ് സ്തുതിക്കാതിരുന്നാൽ ഞാൻ മരിക്കും പോലെ ഒരു വേദനയാണേ. ഹൃദയമേ ഹൃദയമേ ശ്വാസമേ എൻ ജീവനേ. ഹൃദയമേ ഹൃദയമേ ശ്വാസമേ എൻ ജീവനേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 6:24 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായി നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ലോക മനുഷ്യർ പറയും പണമാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയവർ പറയും ഇല്ല, ദൈവമാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. കാരണം തിരുവചനം പറയുന്നത് യജമാനന്മാരാണ്. പണം ഒരു യജമാനനാണ്. കാര്യങ്ങളെല്ലാം ചിലരും പറഞ്ഞിട്ടില്ലേ, എന്നാ പറഞ്ഞാലും പണമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ചിലർ പറയത്തില്ലേ, പണമുണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. സ്തോത്രം. അപ്പം ഇത് 2 യജമാനന്മാരാണ്. ഈ 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരാളെ സ്നേഹിക്കുകയും മറ്റൊരാളെ പകയ്ക്കുകയും ചെയ്യും. അങ്ങനെ ദൈവവചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇവിടെ കർത്താവിനോട് പറയുകയാണ്, സ്തോത്രം, കർത്താവിനെ സ്നേഹിക്കുക. പണത്തിൻ്റെ പുറകെ പോയാൽ ദൈവത്തെ കിട്ടത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ പുറകെ പോയാൽ ധനവും മാനവും പുരാതന സമ്പത്തും നന്മയും കരുണയും നിന്റെ പുറകെ വരും. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. പക്ഷേ സമ്പത്തിൻ്റെ പുറകെ പോയാൽ അത് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ പുറകെ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ പോയോ, ഉറപ്പായിട്ടും സമ്പത്തിനോട് പുറകെ വരും. ഞാനിന്നത് പറയുമ്പോൾ കർത്താവിനെ സേവിച്ചവർ നശിച്ചൊരു ചരിത്രം ലോകത്തിലെവിടെയില്ല. നീതിമാന്റെ സന്തതി അപ്പമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലെന്ന് തിരുവചനം പറയുന്നു. അത് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. കാരണം ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ പണം വളരെ ആവശ്യമാണ്. പക്ഷെ അതിനുവേണ്ടി വേറെ ഒരു കുതന്ത്രങ്ങളും തന്ത്രങ്ങളും മെനയണ്ട. കർത്താവിനെ സേവിക്കുക. നമ്മുടെ പിതാക്കന്മാരെല്ലാം ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. പക്ഷേ ദൈവം അവരെ ധാരാളമായി എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചു. സ്തോത്രം. ആരും തകർന്നു പോയിട്ടില്ല. ആമേൻ. ഇന്ന് കേരളത്തിലായിക്കൊള്ളട്ടെ, ഏറ്റവും സമൃദ്ധമായി ജീവിക്കുന്ന പ്രദേശങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ഇന്നലകളിൽ പൂർവ്വപിതാക്കന്മാർ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും സേവിച്ചതാണ്. ഒന്നിനും കുറവ് വന്നിട്ടില്ല. വാരിക്കോരി കർത്താവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു സത്യം പറയാം, അവരാരും പണത്തിൻ്റെ പുറകെ പോയിട്ടില്ല. അവർ പറഞ്ഞു, ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാൽ സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കയില്ല വത്സല. മണ്ണെ പ്രതി മാണിക്യത്തെ വിടത്തില്ല. ആമേൻ. എന്ത് മനോഹരമായ പാട്ടുകൾ. സ്തോത്രം. അവർ ഇതിൻ്റെ പുറകെ പോയിട്ടില്ല, ഇതിൻ്റെ പുറകെ അനുഗമിച്ചിട്ടില്ല, ദൈവത്തെ മുറുകെ പിടിച്ചു. അതുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടായി. പണം 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 എന്നുള്ള ചിന്ത മാറട്ടെ. പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പണത്തിന് വേണ്ടി ഉപവസിക്കുന്നു, വേണ്ട. സ്തോത്രം. അപ്പോൾ തന്നെ നിങ്ങളുടെ അകത്തൊരു ബോധ്യമുണ്ടായിരിക്കണം, എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം എൻ്റെ ദൈവം തരും. എല്ലാം കർത്താവ് എനിക്ക് തരും. അതെൻ്റെ അവകാശമാണ്. അത് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. സ്തോത്രം. അത് നിങ്ങളുടെ അകത്ത് വേണം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നിങ്ങളുടെ ആമേൻ അന്വേഷണവും പ്രാർത്ഥനയും എല്ലാം ദൈവമുഖമായിരിക്കണം. സ്തോത്രം.
ദൈവത്തിന് തൻ്റെ മുഖം അന്വേഷിക്കുന്ന ഒരു തലമുറ ദൈവത്താൽ എഴുന്നേറ്റ് വരികയാണ്. കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഈ വചനം അനുസരിച്ച് പ്രാർത്ഥിക്കാം. വിളിച്ചു പറയണം, പണമല്ല എൻ്റെ ദൈവം, യേശുവാണ് എൻ്റെ ദൈവം. അങ്ങനെ പറയുക. സകലത് നിങ്ങളുടെ പുറകെ ഉണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല ധൈര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ സമ്പത്ത് യേശുവാണ്, ഞങ്ങളുടെ നിക്ഷേപം യേശുവാണ്. യേശുവെ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിലെ കർത്താവെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ. കർത്താവെ, അവർക്ക് കർത്താവെ സമ്പത്ത് യേശു ഉള്ളതിന് സ്തോത്രം ചെയ്യുന്ന പിതാവെ. കർത്താവെ, സകലതും കർത്താവ് അങ്ങേ അന്വേഷിക്കുമ്പോൾ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, കർത്താവെ അങ്ങയെ സ്നേഹിക്കുമ്പോൾ, അങ്ങയെ സേവിക്കുമ്പോൾ, കർത്താവെ സകലതും നന്മയും കരല ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരുന്നതിന് നന്ദി പറയും. ധനവും മാനവും പുരാതന സമ്പത്തും അങ്ങയെ സേവിക്കുമ്പോൾ ഞങ്ങളെ പിന്തുടരുന്നതിന് സ്തോത്രം ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ സകലതും യേശുവായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തെ പിൻഗമിച്ചിട്ട് ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ അഭിവൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും തിരിക്കുന്നു. സമ്പത്തില്ലാത്ത കാരണത്താൽ കുഞ്ഞുങ്ങളുടെ ഭാവി വഴികൾ തുറക്കാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. സമ്പത്തില്ലാത്ത കാരണത്താൽ വീട് പണികൾ നടക്കാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. സമ്പത്തില്ലാത്ത കാരണത്താൽ ചിലയിടത്ത് സ്റ്റക്കായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഇവർ സത്യ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നന്മയും കരുണയും ഇവരുടെ പുറകെ വരട്ടെ. യജമാനൻ്റെ പുറകെ അമേൻ അമേൻ ഒരു നായ്ക്കുട്ടി വരുന്നത് പോലെ ഇവർ ദൈവത്തിൻ്റെ പുറകെ നടക്കുമ്പോൾ ലോകത്തിലുള്ളത് ദൈവത്തിൻ്റെ നന്മകൾ അവരുടെ പുറകെ വരട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു, അവരെ ഉയർത്തുന്നു. അവരുടെ യജമാനനും അവരുടെ ദൈവവും അവരുടെ രക്ഷകനും അവരുടെ കർത്താവും അവരുടെ ഉടമസ്ഥനും കർത്താവെ അങ്ങ് മാത്രമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ശാരീരികവും മാനസികമായി അവരെ അനുഗ്രഹിക്കുന്നു. ആവശ്യമില്ലാത്ത നിലകളിലുണ്ടാകുന്ന സാമ്പത്തിക ചോർച്ചകളെ അടച്ചു പ്രാർത്ഥിക്കുന്നു. രോഗം, ആശുപത്രികൾ, അവിടെ മറ്റ് പലിശകൾ, അങ്ങനെയുള്ള നിലകളിൽ സാമ്പത്തികം ചോരുന്ന അനുഭവങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ജനം സ്വതന്ത്രമാകട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ധന്യമായിരിക്കും. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.